ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യ സൂത്രധാരനും കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉദ്യോഗസ്ഥനുമാണ് മുരാരി ബാബു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. നേരത്തെയും ആരോപണ വിധേയനാണ് ഇയാൾ. കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം കവരാൻ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയവരിൽ പ്രധാനിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു. ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളെ 2019 മഹസറിൽ ചെമ്പാക്കി മാറ്റിയ ബുദ്ധികേന്ദ്രം. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റചങ്ങാതി. 2019 മുതൽ 24 വരെ നടന്ന ഗൂഢാലോചനയിലെല്ലാം മുഖ്യ സൂത്രധാരൻ. 2024 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൈമാറാൻ ശുപാർശ നൽകിയതും ഇതേ മുരാരി ബാബു തന്നെ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആയുധമാക്കിയ വ്യാജരേഖകളെല്ലാം ചമച്ചത് മുരാരി ബാബുവിന്റെ കയ്യൊപ്പോടെയെന്ന് വ്യക്തം. അന്വേഷണ വിധേയമായി സസ്പെൻഷനിലായിരുന്നു നിലവിൽ മുരാരി ബാബു. ആരോപണമുയർന്നപ്പോഴെല്ലാം മുകളിലുള്ളവരെ ചൂണ്ടിയായിരുന്നു മുരാരി ബാബുവിന്റെ പ്രതിരോധം. ഇത് വെളുത്തിരുന്നു, ചെമ്പ് തെളിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഇത് വീണ്ടും അത് വൃത്തിയാക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഒരാൾ സ്പോൺസർഷിപ്പിൽ വരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുക, പിന്നെ അത് തന്ത്രിയോട് വാങ്ങിക്കുക. അപ്പൊ അദ്ദേഹം ആ കത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്വർണം പൂശിയിരുന്നത് ചെമ്പ് തെളിഞ്ഞിട്ടുള്ളതിനാൽ അത് സ്വർണം പൂശാവുന്നതാണ്. പ്രബലമായ സമുദായ സംഘടനയുടെ സംരക്ഷണയിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന മുരാരി ബാബു നേരത്തെയും ആരോപണ വിധേയനാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടതിലും രുദ്രാക്ഷമാല മോഷണം പോയതിലും പങ്കുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഉന്നത രാഷ്ട്രീയ ബന്ധത്തിന്റെ ശക്തിയിലാണ് അന്ന് തലയൂരിയത്. സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലും മുഖ്യ സംഘാടകന്റെ റോളിൽ മുരാരി ബാബു നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് കേസിൽ രണ്ടാം പ്രതിയായി മുരാരി ബാബു കുടുങ്ങുമ്പോൾ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് നീളുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.